ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു ലേൺ വിത്ത് മിസ്ന. നമ്മൾ ഇന്ന് ക്ലാസ് 11ലെ ഫിസിക്സ് ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? യെസ്, ലെറ്റ്സ് സ്റ്റാർട്ട്. ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഇറ്റ്സ് എൻ ഈസി ചാപ്റ്റർ. ചില ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് ഉണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലായാൽ ഇറ്റ്സ് വെരി ഈസി ടു സ്കോർ ഇൻ ദിസ് ചാപ്റ്റർ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. എന്താണ് മെഷർമെൻറ്റ്? മെഷർമെൻറ്റ് നമ്മൾ നോക്കുന്നതിനാ ടു കമ്പയർ തിങ്സ്. അതായത് സപ്പോസ് നമ്മളൊരു അരി വാങ്ങിച്ചു, ആ അരി 2 കിലോണോ 5 കിലോണോ നമുക്ക് എത്രയെന്ന് അറിയാൻ വേണ്ടി ഒരു കമ്പാരിസൺ നടത്താൻ വേണ്ടിയാണ് വി മെഷർ തിങ്സ്. സോ ഈ മെഷർമെൻറ്റ് നടത്തുമ്പോൾ ദർ ആർ fundamental physical quantities. Now, what do you mean by fundamental physical quantities? Fundamental physical quantities are quantities that do not need any derivation. അതായത് അവർ അത് ഉണ്ടായതാണ്. They do not need anything to express themselves. അവരെ എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് വേറൊരാളുടെ സഹായം വേണ്ട. ഓക്കെ, അവരാണ് ആ ബേസ്. അവരെ വെച്ചിട്ടാണ് വേറെ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അവരെ എക്സ്പ്രസ് ചെയ്യാൻ ഒന്നും തന്നെ വേണ്ട. അതാണ് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഈ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സിനെ പറയുന്ന പേരാണ് ഫണ്ടമെന്റൽ ബേസ് യൂണിറ്റ്സ്. ഇനി എന്തൊക്കെയാണ് ആ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് അറിയണ്ടേ? യെസ്, ദ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ മാസ്, ലെങ്ത് ആൻഡ് ടൈം. വേർ മാസ് അതിന്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം, ലെങ്ത് അതിന്റെ യൂണിറ്റ് ആണ് മീറ്റർ, ടൈം അതിന്റെ യൂണിറ്റ് ആണ് സെക്കൻഡ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഡു നോട്ട് നീഡ് എനി അതർ ക്വാണ്ടിറ്റീസ് ടു എക്സ്പ്രസ് ദംസെൽഫ്. Such quantities are called as fundamental physical quantities. So the examples are mass, length and time. Next, derived physical quantities. അപ്പോൾ നമുക്ക് അറിയാം ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. The quantities that need to be expressed with the help of fundamental physical quantities. അവർക്കൊരു ഹെൽപ്പ് വേണം അത് എക്സ്പ്രസ്ഡ് ആവണമെങ്കിൽ. And then the such quantities are called as derived physical quantities. Example, velocity, density, force എന്നീ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എല്ലാം തന്നെ derived physical quantities ആണ്. നെക്സ്റ്റ് പോർഷൻ നമ്മുടെ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. നമുക്ക് കുറേ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഉണ്ട് അല്ലേ? നമുക്ക് 4 ടൈപ്സ് ഓഫ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഉണ്ട്. CGS, FPS, MKS, SI. ഇത് ഓരോ എന്താ പറയുക, ഇത് സ്റ്റാൻഡർഡൈസേഷൻ ആണ്. അതായത് ഓരോ യൂണിറ്റിനും അവരുടേതായ ഒരു ബ്യൂറോ ഉണ്ട്. അവരാണ് പറയുക ഓക്കെ ഇന്നതാണ് സ്റ്റാൻഡേർഡ് എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്നത് SI യൂണിറ്റ് ആണ്. അതേപോലെ തന്നെ ലെങ്ത്തിന്റെ SI യൂണിറ്റ് ആണ് മീറ്റർ. അതേപോലെ തന്നെ ടൈമിന്റെ SI യൂണിറ്റ് ആണ് സെക്കൻഡ്. എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ ഞാനൊരു ഇൻട്രൊഡക്ഷൻ ആണ് തന്നത് ചാപ്റ്ററിന്റെ. ഇനി നമുക്ക് നെക്സ്റ്റ് പോർഷനിലേക്ക് കിടക്കാം. The 7 fundamental units. What are the 7 fundamental units? എന്തൊക്കെയാണ് ആ 7 fundamental units? മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്സ്, A stands for ampere, K stands for Kelvin, mole and candela. ഇതൊക്കെയാണ് 7 fundamental units. ഇതിൽ ആംപിയർ യൂണിറ്റ് ഓഫ് കറന്റ് ആണ്, Kelvin unit of temperature, mole unit of amount of substance and candela is a unit of luminous intensity. Luminous intensity യൂണിറ്റ് ആണ് കാൻഡല എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അത്ര പരിചിതമില്ലാത്തതാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സോ കാൻഡല ഇസ് ദ SI യൂണിറ്റ് ഓഫ് luminous intensity. ഇനി നമുക്ക് ഈ 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സിന്റെ കൂടെ തന്നെ 2 സപ്ലിമെന്ററി യൂണിറ്റ്സും കൂടെ ഉണ്ട്. ഇനി ഏതാണ് ആ 2 സപ്ലിമെന്ററി യൂണിറ്റ്സ്? ആ 2 സപ്ലിമെന്ററി യൂണിറ്റ്സ് ആണ് റേഡിയൻ ആൻഡ് സ്റ്റെറേഡിയൻ. Now, എന്താണ് റേഡിയൻ, എന്താണ് സ്റ്റെറേഡിയൻ? Now, radian is an angle subtended at the center of a circle by an arc which is equal to the radius of the circle. ആ ആംഗിൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ആ സർക്കിളിന്റെ സെന്ററിൽ ഒരു ആർക്ക് ഉണ്ടാക്കിയാണ് നമ്മൾ. ആ സർക്കിളിന്റെ സെന്ററിൽ നമ്മളൊരു ആർക്ക് സർട്ടൻഡ് ചെയ്യുമെങ്കിൽ ആ ആർക്കിന്റെ ലെങ്ത് will be equal to the length of radius 5 cm ആണെങ്കിൽ
ആർക്കും 5 സെന്റിമീറ്റർ ആണ്. സോ ആ ആർക്കിന്റെ ലെങ്ത്തും ആ റേഡിയസിന്റെ ലെങ്ത്തും സെയിം ആണെങ്കിൽ then the angle subtended in the center is called as radian. Okay, and steradian എന്ന് പറയുന്നത് it is the angle, solid angle subtended at the center if the arc length is twice the radius. അതായത് റേഡിയസ് 5 ആണെങ്കിൽ അതിന്റെ ആർക്ക് ലെങ്ത് 10 ആവണം. റേഡിയസ് 10 ആണെങ്കിൽ ആർക്ക് ലെങ്ത് 20 ആവണം. മനസ്സിലായി വിചാരിക്കുന്നു. സോ റേഡിയനും സ്റ്റെറേഡിയനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ the definition is same until you change certain words. അതായത് റേഡിയൻ പ്ലെയിൻ ആംഗിളിന്റെ മെഷർമെന്റ് ആണ്, വേറെ സ്റ്റെറേഡിയൻ സോളിഡ് ആംഗിളിന്റെ മെഷർമെന്റ് ആണ്. റേഡിയന്റെ ആർക്ക് ലെങ്ത്തും റേഡിയസും സെയിം മെഷർമെന്റ് ആണ്, വേറെ സ്റ്റെറേഡിയന്റെ ആർക്ക് ലെങ്ത് വിൽ ബി ട്വൈസ് ദാറ്റ് ഓഫ് റേഡിയസ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ പോർഷൻ? ഇതൊക്കെ ചെറിയ പോർഷൻസ് ആണ്. there are 7 fundamental units: meter, kg, seconds, ampere, kelvin, mole, candela. ഇതിൽ ampere it is a SI unit of current, and kelvin it is a SI unit of temperature, mole it is a SI unit of amount of substance, and candela it is a SI unit of luminous intensity. There are 2 supplementary units, radian and steradian. Radian എന്ന് പറയുന്നത് എന്താ? It is a unit of plane angle where it is the angle subtended in the center and the arc length and the radius in the measurement is same ആയിരിക്കും. Whereas steradian, it is a solid angle. It is a measurement of solid angle. So it is a solid angle subtended in the center if the arc length is twice the radius. ചില വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴാണ് ഈ രണ്ട് ഡെഫിനേഷൻസ്, അതായത് ഡെഫിനേഷന്റെ ഒരു കോമൺ കുറച്ച് വേർഡ്സ് ഉണ്ട്, ഇതിൽ രണ്ടൊന്ന് വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോഴാണ് ഒന്ന് റേഡിയനും ഒന്ന് സ്റ്റെറേഡിയനും ആവുന്നത്. അപ്പോൾ ഇത്രയും വരെ മനസ്സിലായല്ലോ നിങ്ങൾക്ക്? നമുക്ക് നെക്സ്റ്റ് ഇനി നമ്മൾ വേറെ കുറെ യൂണിറ്റ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ യൂണിറ്റ് ആണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് A. ഇറ്റ് ഈസ് ദ ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ. എർത്തും സണ്ണും തമ്മിലുള്ള ആവറേജ് ഡിസ്റ്റൻസ്, ശരിക്കുള്ള ഡിസ്റ്റൻസ് അല്ല, ആവറേജ് ഡിസ്റ്റൻസിനെയാണ് 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഇസ് 1.496 into 10⁻11 meters. That is 1 astronomical unit. Next one, light year. So it is a distance traveled by light in a year. Simple definition ആണ്, ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും. So it is a distance traveled by the light in a year is called as light year. Again, 1 light year is equal to 9.46 into 10⁻15 meters. And the third one is parsec. So it is a distance at which an arc of length 1 angstrom subtends an angle 1 second. ഒരു ആർക്ക് ഉണ്ട്, ആ ആർക്കിന്റെ ലെങ്ത് എത്രയാണ്? 1 angstrom. അതായത് ഇത് ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ, അത്രയും ഡിസ്റ്റൻസ് വരും, അത്രയും മെഷർമെന്റ് വരും അതിന്റെ ആർക്ക്. അത് സബ്ടെൻഡിന്റെ ആംഗിൾ എത്രയാണ്? 1 സെക്കൻഡ്. നിങ്ങൾ സെക്കൻഡ് എന്ന് കേൾക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്, നമ്മുടെ ടൈമിന്റെ സെക്കൻഡ്സ് അല്ല, ആംഗിളിന് വേറെ സെക്കൻഡ്സ് ഉണ്ട് കേട്ടോ, അത് വ്യത്യാസമുണ്ട് യൂണിറ്റ്. സോ നിങ്ങൾ ഡെഫിനേഷൻ പഠിച്ചാൽ മതി. സോ ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് അറ്റ് വിച്ച് ആൻ ആർക്ക് ഓഫ് ലെങ്ത് 1 astronomical unit subtends an angle of 1 second, then it is called as 1 parsec. ഇതൊക്കെ എങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്താൽ ചോദിക്കാന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും. സോ ഇതെല്ലാം ഡെഫിനിഷൻസ് ആയിട്ട് ചോദിക്കുക. അതായത് വാട്ട് ഡിഫൈൻ ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, അല്ലെങ്കിൽ വാട്ട് ഇസ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, വാട്ട് ഇസ് പാർട്സെക്, വാട്ട് ഇസ് ലൈറ്റ് ഇയർ, ഡെഫിനിഷൻസ് ആയിരിക്കും ഇതിൽ ചോദിക്കാൻ, വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല. സോ ഈ ടേംസ് എല്ലാം ഡെഫിനേഷൻസ് ആയിട്ടായിരിക്കും നിങ്ങൾ ചോദിക്കുക. സോ ഇതിന്റെ ഡെഫിനേഷൻസ് എന്തായാലും അറിഞ്ഞിരിക്കണം. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നമുക്ക് ആ 7 ബേസ് യൂണിറ്റ്സും 2 ഡിറൈവ്ഡ് യൂണിറ്റ്സ് കൂടാണ്ട് നമുക്ക് കുറച്ച് യൂണിറ്റ്സും കൂടി ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തതാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. അതിന്റെ റെപ്രസെന്റേഷൻ ആണ് AU. എന്താണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്? ഇറ്റ് ഈസ് ദ ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ. എർത്തും സണ്ണും തമ്മിലുള്ള ഒരു ആവറേജ് ഡിസ്റ്റൻസ് ആണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. നെക്സ്റ്റ് ലൈറ്റ് ഇയർ. എന്താണ് ലൈറ്റ് ഇയർ? ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടണം. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ എ ഇയർ. ഇനി ഈ ഇയർ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഒരു വർഷം എന്നല്ല അർത്ഥം. ഈ ലൈറ്റിനൊക്കെ ഇയേഴ്സ് എന്നാണ് നമ്മൾ പറയുക, അത് വേറൊരു യൂണിറ്റ് ആണ്, അല്ലാണ്ട് നമ്മുടെ വർഷം എന്നുള്ള കണക്കുകൊണ്ടല്ല, അതല്ല ഇതിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. തേർഡ് വൺ ഈസ് പാർസെക്. ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് അറ്റ് വിച്ച് an arc of length
1 astronomical unit subtends an angle of 1 second. ഒരു astronomical unit length വരുന്ന ഒരു ആർക്ക്, ഇറ്റ്സ് എ ഹ്യൂജ് ആർക്ക് അല്ലേ, ദ ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ, അത്രയും ലെങ്ത് വരുന്ന ഒരു ആർക്ക്, അത് എവിടെയോ സെന്ററിലല്ല വേറെ ഏതോ ഒരു പോയിന്റിൽ 1 സെക്കൻഡ് എന്താ പറയാ ആംഗിൾ സബ്ടെൻഡ് ചെയ്താൽ then it is called as parsec. നെക്സ്റ്റ് 2 യൂണിറ്റ്സും കൂടെ ഉണ്ട്. 1 ഫെർമി. ഫെർമി എന്ന് പറയുന്നത് നമ്മുടെ ടൈനി ന്യൂക്ലിയസിന്റെ യൂണിറ്റ് ആണ് ഫെർമി എന്ന് പറയുന്നത്. 1 ഫെർമി is 10⁻⁻15 മീറ്റർ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സ്മോൾ ആണ്. ഞാൻ again റിപ്പീറ്റ് ചെയ്യാം. 1 Fermi is the size of tiny nucleus where 1 Fermi is equal to 10⁻⁻15 meter. Then 1 angstrom. 1 angstrom is the size of tiny atom where 1 angstrom is equal to 10⁻⁻10 meters. ഇതൊക്കെയാണ് നമ്മൾ പഠിച്ച യൂണിറ്റ്സ്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നമ്മൾ മെഷർമെന്റ് എന്തിനാ ചെയ്യുന്നത്? നമ്മൾ മെഷർമെന്റ് ചെയ്യുന്നത് കമ്പാരിസന് വേണ്ടിയാണ്. നമുക്ക് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഉണ്ട്. ആ ഫണ്ടമെന്റൽ യൂണിറ്റ്സിന് ഒരാളുടെ സഹായം വേണ്ട അതിനെ എക്സ്പ്രസ് ചെയ്യാൻ. എന്തൊക്കെയാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്? മാസ് ഉണ്ട്, ലെങ്ത് ഉണ്ട്. ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ they need the help of fundamental units to be expressed. So derived units എന്ന് പറഞ്ഞാൽ they need the help of fundamental units to be expressed. Example, velocity, density, force, അതെല്ലാം derived quantities ആണ്. അതിന് യൂണിറ്റ്സിനെ derived units എന്ന് പറയും. നമുക്ക് 7 ഫണ്ടമെന്റൽ ബേസ് യൂണിറ്റ്സ് ഉണ്ട്. നമുക്ക് മീറ്റർ ഉണ്ട്, എന്താ പറയുക, മീറ്റർ ഉണ്ട്, കെ ജി ഉണ്ട്, സെക്കൻഡ്സ് ഉണ്ട്, ആംപിയർ ഉണ്ട്, ആംപിയർ ഇസ് യൂണിറ്റ് ഓഫ് കറന്റ്, കെൽവിൻ ഉണ്ട് വിച്ച് ഇസ് യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ, മോൾ ഉണ്ട് വിച്ച് ഇസ് യൂണിറ്റ് ഓഫ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ആൻഡ് കാൻഡിൽ ഉണ്ട് വിച്ച് ഇസ് യൂണിറ്റ് ഓഫ് ലൂമിനിയസ് ഇന്റൻസിറ്റി. അപ്പൊ നമുക്ക് 7 ബേസ് യൂണിറ്റ്സ് ഉണ്ട്. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. വാട്ട് ആർ ദ 7 ബേസ് യൂണിറ്റ്സ്? മീറ്റർ ഫോർ ലെങ്ത്, കെ ജി ഫോർ മാസ്, seconds for time, ampere for current, then what? Kelvin for temperature, mole for amount of substance, and last but not the least, candela for luminous intensity. ഇതാണ് 7 ബേസ് യൂണിറ്റ്സ്. ബാക്കിയെല്ലാം ഇതിൽ നിന്നും ഡിറൈവ് ചെയ്ത യൂണിറ്റ്സ് ആണ്. അത് ഇത് ഉപയോഗിച്ചിട്ടാണ് ബാക്കിയുള്ള യൂണിറ്റ്സ് എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതുവരെ മനസ്സിലായാലോ? നെക്സ്റ്റ് നമ്മൾ ഇത് കൂടാണ്ട് കുറച്ച് യൂണിറ്റ്സിന്റെ ഡെഫിനേഷൻസ് എല്ലാം പഠിച്ചു. അതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഒന്നുകൂടെ പറയാണ്. 1 astronomical unit. 1 astronomical unit is defined as the average distance between Earth and Sun. Earthും Sunഉം തമ്മിലുള്ള average distance ആണ് 1 astronomical unit. Then what is 1 light year? 1 light year is the distance traveled by light in a year. ഒരു വർഷം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു സാധാരണ വർഷക്കണക്കല്ല. ഈ ലൈറ്റിന് ഇയറിന് വേറൊരു കണക്കാണുള്ളത്. സോ ഇറ്റ്സ് എ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ എ ഇയർ. ഒരു വർഷത്തിൽ എത്ര ഡിസ്റ്റൻസ് ആണോ ലൈറ്റ് കവർ ചെയ്യുന്നത് അതാണ് ഒരു ലൈറ്റ് ഇയർ. ലാസ്റ്റ് വൺ നമ്മൾ എന്താണ് നേരത്തെ പഠിച്ചത്? പാർസെക്. സോ പാർസെക് ഈസ് ദ ഡിസ്റ്റൻസ് അറ്റ് വിച്ച് ആൻ ആർക്ക് ഓഫ് ലെങ്ത് 1 AU, അതായത് അതിന്റെ ആർക്കിന്റെ ലെങ്ത് 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണെങ്കിൽ അത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റിൽ 1 സെക്കൻഡ് ആംഗിൾ സബ്ടെൻഡ് ചെയ്യണമെങ്കിൽ then it is called as 1 parsec. 1 second ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് അല്ല, അത് ആംഗിളുടെ യൂണിറ്റ് ആണ്. അത് നിങ്ങൾ വലിയ ക്ലാസ്സിൽ മാത്സിൽ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, സോ അതാണ് 1 parsec. Next one is 1 Fermi. 1 Fermi is a size of tiny nucleus. ചെറിയ ന്യൂക്ലിയസിന്റെ സൈസ് ആണ് 1 Fermi. Then 1 angstrom, it is a size of tiny atom. ഇതെല്ലാം നിങ്ങൾക്ക് ഡെഫിനിഷൻസ് ആയിട്ട് ചോദിക്കുള്ളൂ. വേറെ ഒരു രീതിയിൽ കുഴപ്പിക്കുന്ന രീതിയിലൊന്നും ചോദിക്കില്ല. അപ്പൊ നിങ്ങൾ അതാലോചിച്ച് പേടിക്കണം. പക്ഷേ ഡെഫിനിഷൻസ് എല്ലാം വളരെയധികം പക്കയായിരിക്കണം. നെക്സ്റ്റ് പാരലാക്സ് മെത്തേഡ്. പാരലാക്സ് മെത്തേഡ് നിങ്ങൾ എന്താണെന്ന് അറിഞ്ഞാൽ മതി, അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കില്ല. സോ എന്താണ് പാരലാക്സ് മെത്തേഡ്? എന്നാൽ സിമ്പിൾ ഡെഫിനിഷൻ പറയാം. നമ്മളൊരു പെണ്ണ് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഒരു കണ്ണ് ക്ലോസ് ചെയ്തിട്ട് മറ്റൊരു കണ്ണിലോട്ട് വെക്കുമ്പോൾ നമുക്ക് അതിന്റെ പൊസിഷൻ സ്ലൈറ്റ്ലി ഷിഫ്റ്റ് ചെയ്യുന്ന പോലെ തോന്നും. ഈ അപ്പാരന്റ് ഷിഫ്റ്റിംഗ് മെത്തേഡിനെയാണ് പാരലാക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾ എല്ലാവരും ഒരു പേന എടുത്ത് ആ പേന നിങ്ങൾ കൺമുമ്പിൽ വെക്കുക. ഒരു കണ്ണ് ക്ലോസ് ചെയ്തിട്ട് ഒരു കണ്ണുകൊണ്ട് കാണാം. അതേപോലെ മറ്റേ കണ്ണ് ഇപ്പൊ റൈറ്റ് ഐ ക്ലോസ് ചെയ്തിട്ട് ലെഫ്റ്റ് ഐ വെച്ച് കാണുകയാണെങ്കിൽ അതേപോലെ തന്നെ ലെഫ്റ്റ് ഐ ക്ലോസ് ചെയ്തിട്ട് റൈറ്റ് ഐ വെച്ച് കാണുക. അപ്പൊ നിങ്ങൾക്കൊരു ഷിഫ്റ്റ് തോന്നും അതിന്റെ പൊസിഷനിൽ. ആ ഷിഫ്റ്റിന്റെ ഡിസ്റ്റൻസിനെയാണ് പാരലാക്സ്, ഈ മെത്തേഡിനെയാണ് പാരലാക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി എന്തിനാണ് ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്?
ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത് പ്ലാനറ്റ്സും സ്റ്റാർസും തമ്മിലുള്ള ഡിസ്റ്റൻസ് അറിയാൻ, പ്ലാനറ്റ്സിന്റെയും സ്റ്റാർസിന്റെയൊക്കെ ഡിസ്റ്റൻസ് അറിയാൻ വേണ്ടിയാണ് ഈ പാരലാക്സ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ? ഞാൻ സിമ്പിൾ രീതിയിലാണ് പറയുന്നത്. നമ്മളിപ്പോ ഇഫ് യു ഹോൾഡ് എ പെൻ ടുവേർഡ്സ് യുവർ ഐ, മിഡിൽ ഓഫ് യുവർ ഐ, ആൻഡ് ഇഫ് യു ക്ലോസ് വൺ ഐ ആൻഡ് ലുക്ക് ടു ദ അതർ ഐ, നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ, വൈസ് വേഴ്സ ചെയ്യുകയാണെങ്കിൽ, there will be a shift in position. That is called as parallax method. എല്ലാവർക്കും ഇതുവരെയുള്ള പോർഷൻസ് മനസ്സിലായല്ലോ. നമ്മൾ ഇനി ഒരു ലാസ്റ്റ് ടോപ്പിക് കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ ഇത് വൈൻഡ് ഓഫ് ചെയ്യും. നെക്സ്റ്റ് ടോപ്പിക് ആക്യുറസി, പ്രെസിഷൻ. എന്താണ് ആക്യുറസി? Accuracy of a measurement is how close the measurement is to the true value. For example, ഞാനൊരു സ്കെയിലിൽ മെഷർമെന്റ് എടുക്കണം. സപ്പോസ് സ്കെയിലിന്റെ മെഷർമെന്റ് 5 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. നമ്മൾ അത് ഏകദേശം ഒരു മെഷർമെന്റ് എടുത്തു. ഓക്കെ, മെഷർമെന്റ് എടുത്തപ്പോൾ ടേപ്പ് വെച്ച് മെഷർമെന്റ് എടുത്തപ്പോൾ എനിക്കത് എത്ര മെഷർമെന്റ് കിട്ടിയെന്ന് വെച്ചാൽ എനിക്കത് 4.8 സെന്റിമീറ്റർ മെഷർമെന്റ് കിട്ടിയത്. സോ അത് അക്യുറേറ്റ് ആണ്. അക്യുറേറ്റ് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല, പക്ഷെ 5 സെന്റിമീറ്ററിന്റെ അടുത്ത് കിട്ടുക, അടുത്തുള്ള വാല്യൂസ് കിട്ടുക. അതായത് 4.5 തൊട്ട് 5 വരെ അടുത്ത് കിട്ടുക. എന്നാൽ ആ വാല്യൂസ് എല്ലാം ആക്യുറേറ്റ് വാല്യൂസ് ആണ്. അതിനെ അക്യുറസി എന്ന് പറയും. നമ്മുടെ മെഷർ ഇപ്പൊ ഞാൻ അതായത് സപ്പോസ് ആ സ്കെയില് 5 സെന്റിമീറ്റർ ഉണ്ട്. അപ്പൊ ഞാൻ മെഷർ ചെയ്തപ്പോൾ എനിക്ക് 4.8 കിട്ടി. എന്റെ ഫ്രണ്ടിന് മെഷർ ചെയ്തപ്പോൾ 3.8 കിട്ടുള്ളൂ. അപ്പൊ ആരുടെ വാല്യൂവിനാണ് കൂടുതൽ ആക്യുറസി ഉള്ളത്? എന്റെ വാല്യൂവിനാണ് കൂടുതൽ ആക്യുറസി ഉള്ളത്. കാരണം 5 സെന്റിമീറ്ററുടെ ഏറ്റവും ക്ലോസ് എന്റെ വാല്യൂ ആണ്. സോ ദാറ്റ് ഇസ് കോൾഡ് as accuracy. അപ്പൊ I repeat the definition. Accuracy of a measurement is how close the measured value is to the true value. So again I repeat, accuracy of a measurement is how close the measurement is to the true value. എന്താണ് ട്രൂ വാല്യൂ? ആ സ്കെയിലിന്റെ ട്രൂ മെഷർമെന്റ് എന്താണ്? 5. അതായത് എന്റെ മെഷർമെന്റ് 4.8ഉം എന്റെ ഫ്രണ്ടിന്റെ മെഷർമെന്റ് 3.8 ആണെങ്കിൽ ആരുടെയാണ് ക്ലോസ്? എന്റെ വാല്യൂ ആണ് കുറച്ചുകൂടി accurate. മനസ്സിലായല്ലോ കോൺസെപ്റ്റ്? നെക്സ്റ്റ് വൺ, precision. Precision is the resolution of the closeness of a series of measurement. ഞാൻ കുറേ മെഷർമെന്റ്സ് എടുക്കണം. ആ സ്കെയിലിൽ തന്നെ എനിക്ക് 4.5 കിട്ടി, 4.2 കിട്ടി, 4.6 കിട്ടി, 4.8 കിട്ടി, 4.82 കിട്ടി, അങ്ങനെ കുറേ മെഷർമെന്റ്സ് എടുക്കുകയാണ്. സീരീസ് ഓഫ് മെഷർമെന്റ്. അതിന്റെ ക്ലോസ്നെസിന്റെ റെസൊല്യൂഷനെയാണ് പ്രസിഷൻ എന്ന് പറയുന്നത്. അതായത് എത്രത്തോളം ക്ലോസ് ആണ് നോക്കുന്നത് ആ വാല്യൂസ്, അതിനെയാണ് പ്രസിഷൻ എന്ന് പറയുന്നത്. അത് സപ്പോസ് എനിക്ക് കിട്ടിയത് ഒന്ന് 4, പിന്നെ ഒന്ന് 3, പിന്നെ ഒന്ന് 2.9. അപ്പൊ എനിക്കൊരു പ്രസിഷൻ ഇല്ല, കാരണം ആ വാല്യൂസിന്റെ ഡിഫറൻസ് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എന്നാൽ എന്റെ ഫ്രണ്ടിന് 4.2, 4.4, 4.6 അങ്ങനെ ഒരു ഡെഫിനിറ്റ് ഡിഫറൻസോട് കൂടിയുള്ള വാല്യൂസ് ആണ് കിട്ടുന്നതെങ്കിൽ then her values are more precise than my values. ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. നമ്മളൊരു സീരീസ് ഓഫ് മെഷർമെന്റ്സ് എടുക്കുകയാണ്. ഓക്കെ, ആ സീരീസ് ഓഫ് മെഷർമെന്റ്സിന് ആരെയാണോ ആ ഡിഫറൻസ് കുറച്ചുള്ള മെഷർമെന്റ്സ്, ദെൻ ആ പേഴ്സന്റെ വാല്യൂസ് ആണ് കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ടുള്ളത്. മനസ്സിലായല്ലോ? നമ്മൾ കറക്റ്റ് എന്നുള്ള വേർഡ് അല്ല ഇവിടെ പറയുന്നത്. പ്രസിഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത്, ഏറ്റവും ക്ലോസ്. ആ എല്ലാ വാല്യൂസും വളരെ ക്ലോസ് ആയിരിക്കണം. ഒന്ന് ആർട്ടിക്കലാണ്, ഒന്ന് അന്റാർട്ടിക്കലാവരുത്. അത് തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാം കുറച്ചുകൂടി ക്ലോസ് ആയിരിക്കണം. അതാണ് നമ്മുടെ വാല്യൂസ്, എന്നാലേ പ്രിസൈസ് ആവും. ഇഗൈൻ ഇവിടെയും നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആക്യുറസി, പ്രസിഷന്റെ ക്വസ്റ്റ്യൻസും നിങ്ങൾ ഡെഫിനേഷൻ ആയിട്ടായിരിക്കും ചോദിക്കുക. അപ്പൊ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ആക്യുറസി ഈസ് ഓഫ് എ മെഷർമെന്റ് ഇസ് how close the measurement is to the true value, and precision, it is a resolution of closeness of a series of measurement then it is called as precision. മനസ്സിലായല്ലോ രണ്ട് ടേംസ്? ഇനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക്, നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക്, ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവുകയാണ്. എറേഴ്സ്. എന്താണ് എറേഴ്സ്? തെറ്റുകൾ. നമ്മളിപ്പോ ഇതിന്റെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മളൊരു ഒരു സാധനം മെഷർ ചെയ്യുമ്പോൾ അതിന് വാല്യൂ തെറ്റിപ്പോവുകയാണ്. പല കാരണങ്ങളും കൊണ്ട് തെറ്റിപ്പോകും. വാട്ട് ഇസ് ആൻ എറർ? ദ വാല്യൂ ഡിഫറൻസ് which happens due to a number of reasons like ഇൻസ്ട്രുമെന്റിന്റെ പ്രശ്നമാകാം, അല്ലെങ്കിൽ പേഴ്സണൽ പ്രശ്നങ്ങളാകാം, എന്ത് പ്രശ്നങ്ങൾ വേണമെങ്കിലും ആകാം. അപ്പൊ എറർ എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റുപറ്റിപ്പോകാം. അത് പല കാരണങ്ങൾ കൊണ്ട് തെറ്റുപറ്റിപ്പോകാം. അതായത് ഇൻസ്ട്രുമെന്റിന്റെ പ്രശ്നമോ പേഴ്സണൽ പ്രശ്നങ്ങൾ കൊണ്ടോ എറർ തെറ്റുപറ്റിപ്പോകാം. വി ഹാവ് 3 types of error. നമുക്ക് 3 types of error ഉണ്ട്. സിസ്റ്റമാറ്റിക്, റാൻഡം ആൻഡ് ലീസ്റ്റ് കൗണ്ട് എറർ. നമുക്ക് ഓരോന്നോരോന്ന് എടുക്കാം. ഫസ്റ്റ്, സിസ്റ്റമാറ്റിക് എറർ.
സിസ്റ്റമാറ്റിക് എറർ തന്നെ ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ് ആസ് വെൽ ആസ് നെഗറ്റീവ്. നമ്മൾ ഫിസിക്സിൽ ഇനി തൊട്ട്, അതായത് ക്ലാസ് 11th തൊട്ട് നമ്മൾ എല്ലാ വാല്യൂസിനും പോസിറ്റീവ് സൈനും നെഗറ്റീവ് സൈനും രണ്ട് രീതിയിൽ നമ്മൾ നോക്കും. അത് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വേറെ ചാപ്റ്റർ പഠിക്കുന്നതായിരിക്കും. സോ നമ്മൾ പോസിറ്റീവ് ആയിട്ടും നെഗറ്റീവ് ആയിട്ടും നോക്കും നമ്പേഴ്സ്. ഓക്കെ, സോ സിസ്റ്റമാറ്റിക് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. ഈ സിസ്റ്റമാറ്റിക് തന്നെ 3 തരത്തിലുണ്ട്. ഈ എറേഴ്സ് 3 രീതിയിൽ സംഭവിക്കാം. ഫസ്റ്റ് വൺ, ഇൻസ്ട്രുമെന്റൽ എറർ. ആ ഇൻസ്ട്രുമെന്റിന്റെ വല്ല പ്രശ്നം കാരണം എറർ ആവുക, നമുക്ക് തെറ്റിപ്പോകുക, ആൻസർ കറക്റ്റ് ആൻസർ കിട്ടുന്നില്ല എങ്കിൽ അതൊരു ഇൻസ്ട്രുമെന്റൽ എറർ ആണ്. ഐ റിപ്പീറ്റ് അഗൈൻ, സിസ്റ്റമാറ്റിക് എറേഴ്സ് ക്യാൻ ബി ഓഫ് 3 types. First one is the instrumental error, which can be caused due to imperfection in instrumental design or calibration. ആ ഇൻസ്ട്രുമെന്റ് കേടായി പോവുകയാണ്, അല്ലെങ്കിൽ അതിന് കാലിബ്രേഷന് വല്ല പ്രശ്നം വരികയാണ്. അങ്ങനെയാണെങ്കിൽ ഇൻസ്ട്രുമെന്റൽ എറർ സംഭവിക്കും. അതിന്റെ എക്സാമ്പിൾ ആണ് സീറോ എറർ. ഇതെല്ലാം നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ബുക്കിൽ പഠിക്കാനുണ്ട്. സോ പ്രാക്ടിക്കൽസ് ഇപ്പൊ നമുക്ക് നടക്കുന്ന കാര്യമല്ലല്ലോ, ഇപ്പൊ കൊറോണയൊക്കെ ആയതുകൊണ്ട് സ്കൂൾസ് ഒന്നും ഇല്ല, അതുകൊണ്ട് പ്രാക്ടിക്കൽ, പക്ഷെ ഇതെല്ലാം പ്രാക്ടിക്കൽസ് നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവും. നെക്സ്റ്റ് വൺ ഈസ് ഇംപെർഫെക്ഷൻ ഇൻ എക്സ്പെരിമെന്റൽ ടെക്നിക്. നമ്മൾ ഒരു എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ അതിന് ടെമ്പറേച്ചർ റിക്വയർമെന്റ് ഉണ്ട്, ഹ്യൂമിഡിറ്റി പാടില്ല, ചില കാര്യങ്ങൾക്ക് ഹ്യൂമിഡിറ്റി വേണം, റെയിൻ പാടില്ല, അറ്റ്മോസ്ഫിയർ പ്രഷർ, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അല്ലെ, പല ഫാക്ടേഴ്സ് ഉണ്ട്. ഈ എല്ലാ ഫാക്ടേഴ്സ് ശരിയായില്ലെങ്കിലും നമുക്ക് കിട്ടുന്ന ആൻസർ റോങ് ആയിരിക്കും. അതായിരിക്കും നമ്മൾ ചില കാര്യം, സപ്പോസ് നമ്മൾ പറയും ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഇസ് 100 degrees Celsius. പക്ഷെ നമ്മൾ വീട്ടിൽ തിളപ്പിക്കും, ചിലപ്പോൾ 100 ആവണമെന്നില്ല, ആ 100ന് മുമ്പ് വെള്ളം തിളയ്ക്കും, അല്ലെങ്കിൽ 100ന് ശേഷം ആയിരിക്കും തിളക്കുക. അത് എന്തുകൊണ്ടാണ്? നമ്മുടെ സറൗണ്ടിങ് കണ്ടീഷൻ കൊണ്ടാണ് അത് നമുക്ക് ആ എറേഴ്സ് സംഭവിക്കുന്നത്. അങ്ങനത്തെ എറേഴ്സിനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് തന്നെ രണ്ടാമത്തെ ടൈപ്പായ ഇംപെർഫെക്ഷൻ ഇൻ എക്സ്പെരിമെന്റൽ ടെക്നിക്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് പേഴ്സണൽ എറർ. നമ്മുടെ കുറ്റം കൊണ്ട് എറർ സംഭവിക്കാം. നമ്മൾ എന്തെങ്കിലും കെയർലെസ്നെസ് കാരണം നമ്മൾ മര്യാദയ്ക്ക് എല്ലാ സെറ്റപ്പും ചെയ്തില്ല, മര്യാദ ഫിക്സ് ചെയ്തില്ല, അങ്ങനത്തെ ചെറിയ ചെറിയ നമ്മുടെ കെയർലെസ്നെസ് കാരണം ഉണ്ടാവുന്ന എറേഴ്സിനെയാണ് പേഴ്സണൽ എറേഴ്സ് എന്ന് പറയുന്നത്. ഐ ലെവൽ, കറക്റ്റ് ഐ ലെവൽ. നമ്മൾ ഫിസിക്സിലെ ചില എക്സ്പെരിമെന്റ്സ് ഒക്കെ ഐ ലെവൽ കറക്റ്റ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ എക്സ്പെരിമെന്റ് കറക്റ്റ് വാല്യൂ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഐ ലെവൽ കറക്റ്റ് അല്ല, അത് നമ്മളുടെ കുറ്റമാണ്. സോ അങ്ങനത്തെ എറേഴ്സ് സംഭവിക്കുന്ന എറേഴ്സിനെ പേഴ്സണൽ എറേഴ്സ്. ഐ റിപ്പീറ്റ് അഗൈൻ, എറേഴ്സ് ആർ ഓഫ് 3 types: സിസ്റ്റമാറ്റിക്, റാൻഡം, ലീസ്റ്റ് കൗണ്ട് എറർ. ആ സിസ്റ്റമാറ്റിക് ക്യാൻ ബി പോസിറ്റീവ് ആസ് വെൽ ആസ് നെഗറ്റീവ്. ആ സിസ്റ്റമാറ്റിക് 3 തരമുണ്ട്: ഇൻസ്ട്രുമെന്റൽ, imperfection in experimental technique and personal error. ഇൻസ്ട്രുമെന്റൽ എറർ എന്താണ്? നമ്മുടെ ഇൻസ്ട്രുമെന്റിന്റെ ഇംപെർഫെക്ഷൻ കൊണ്ടോ അതിന്റെ കാലിബ്രേഷൻ എറർ കൊണ്ടോ എറർ സംഭവിക്കാം. എക്സാമ്പിൾ ഈസ് സീറോ എറർ. നെക്സ്റ്റ്, ഇംപെർഫെക്ഷൻ ഇൻ എക്സ്പെരിമെന്റൽ ടെക്നിക്. നമ്മൾ എക്സ്പെരിമെന്റ് സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഇംപെർഫെക്ഷൻസ്. എക്സാമ്പിൾ വിൻഡ്, ഹ്യൂമിഡിറ്റി, റെയിൻ, അങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ വരുമ്പോൾ കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടാറില്ല. Last one is personal error, which is due to the carelessness or personal carelessness, human carelessness കൊണ്ട് സംഭവിക്കുന്ന എറേഴ്സിനെയാണ് ഇത്. ഇതെല്ലാം സിസ്റ്റമാറ്റിക്കിന്റെ അണ്ടർ വരാം. അപ്പൊ നമ്മൾ ഒരു ടൈപ്പ് ഓഫ് എററെ കഴിഞ്ഞിട്ടുള്ളൂ. രണ്ടാമത്തെ എറർ എന്താ? റാൻഡം എറർ. അതിന് പ്രത്യേകിച്ച് റാൻഡം എന്ന് പറയുന്നത് പെട്ടെന്ന് സംഭവിക്കാം, അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. എനി എറേഴ്സ് ദാറ്റ് ഹാപ്പൻ ടു ബി റാൻഡം, വളരെ പെട്ടെന്ന് സംഭവിക്കാം. എന്തെങ്കിലും സെറ്റപ്പിന്, അതായത് ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ടോ, അതായത് വല്ല കാറ്റോ മഴയോ ഒക്കെ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് അൺപ്രഡിക്റ്റബിൾ ആയിട്ട് ഫ്ലക്ച്വേഷൻസ് നടക്കുക. അങ്ങനെയുള്ളപ്പോൾ അതെല്ലാം റാൻഡം എറേഴ്സിലാണ് വരാം. ഓക്കെ, അപ്പൊ റാൻഡം എറേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല, റാൻഡം ആയിട്ട് എന്തെങ്കിലും സംഭവിക്കുക. സോ ദാറ്റ് ആൻ എറർ ഹാപ്പൻസ്. എക്സാമ്പിൾ, ഫ്ലക്ച്വേഷൻസ് ഇൻ വെതർ കണ്ടീഷൻസ്, എക്സ്പെരിമെന്റ് സെറ്റപ്പിൽ എന്തെങ്കിലും കാര്യങ്ങൾ, അങ്ങനെയൊക്കെ കൊണ്ട് റാൻഡം ആയിട്ടുള്ള എറേഴ്സിനെയാണ് റാൻഡം എറേഴ്സ് എന്ന് പറയുന്നത്. And the last one is least count error. Least count error അറിയണമെങ്കിൽ ആദ്യം least count എന്താണെന്ന് അറിയണം. ഒരു ഇൻസ്ട്രുമെന്റിന്റെ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ that can be measured. The smallest value that can be measured in an instrument is called as least count. Again, നിങ്ങളിത് ലാബിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. സോ ഞാനത് കാണിച്ചറിയാൻ എന്താണെന്നുള്ളത്. സോ ലീസ്റ്റ് കൗണ്ട് എറർ ആണ്. ലീസ്റ്റ് കൗണ്ട് എറർ എന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഏറ്റവും ബേസ് വാല്യൂ നമുക്ക് എത്ര മെഷർ ചെയ്യാൻ പറ്റും, എത്ര താഴ്ത്തിയാണ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത്, അതാണ് ലീസ്റ്റ് കൗണ്ട്. സപ്പോസ് ഞാനൊരു ഇൻസ്ട്രുമെന്റ് കാണിക്കുകയാണ്, ആ ഇൻസ്ട്രുമെന്റിൽ എനിക്ക് 1 കിലോ മെഷർ ചെയ്യണം, 1 കിലോയുടെ താഴെയായി എനിക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ഫസ്റ്റ് ലെവൽ എന്താ? 1 കിലോ താഴെയാണെങ്കിൽ അതൊന്നും കാണിക്കില്ല, ആ ഇൻസ്ട്രുമെന്റ് കാണിക്കില്ല. അപ്പൊ അതിന്റെ ആ 1 കിലോ ആണ് എന്റെ ലീസ്റ്റ് കൗണ്ട്. അതായത് ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ ഒരു ഇൻസ്ട്രുമെന്റ് മെഷർ ചെയ്യാൻ പറ്റുന്നതാണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ലീസ്റ്റ് കൗണ്ടിന് വരുന്ന എറേഴ്സിനെയാണ്
ലീസ്റ്റ് കൗണ്ട് എറർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ലീസ്റ്റ് കൗണ്ട് എററൊക്കെ, ഈ എറേഴ്സ് ഒക്കെ എങ്ങനെ നമുക്ക് എന്താ പറയാ, എങ്ങനെ അത് കുറയ്ക്കാം, ഹൗ ടു റെഡ്യൂസ് ദീസ് എറേഴ്സ്. നമുക്ക് സിസ്റ്റമാറ്റിക് എറേഴ്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ വി ഹാവ് ടു യൂസ് ഗുഡ് ഇൻസ്ട്രുമെന്റ്സ് അല്ലെ. ഇൻസ്ട്രുമെന്റൽ ഡിസൈൻ വളരെ നന്നായിരിക്കണം. നെക്സ്റ്റ് നമ്മൾ എക്സ്പെരിമെന്റൽ ഇതെല്ലാം സറൗണ്ടിങ്സ് എല്ലാം സെറ്റപ്പ് ഒക്കെ നമ്മൾ അങ്ങനത്തെ ഒരു ദിവസമായിരിക്കണം ചെയ്യേണ്ടത്. അവോയ്ഡ് പേഴ്സണൽ ബയസ്, നമ്മുടെ പേഴ്സണൽ ആയുള്ള കെയർലെസ്നെസ് ഒക്കെ അവോയ്ഡ് ചെയ്യാം. എന്നാൽ തന്നെ നമുക്ക് ഈ സിസ്റ്റമാറ്റിക് എറേഴ്സ് എല്ലാം തന്നെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. റാൻഡം അൺപ്രഡിക്റ്റബിൾ ആണ്, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ലീസ്റ്റ് കൗണ്ട് എറർ എങ്ങനെ ഇതാക്കാം, അതിന്റെ കാലിബ്രേഷൻ, ആ ലീസ്റ്റ് കൗണ്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇൻസ്ട്രുമെന്റ് കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്താൽ ദെൻ നമുക്ക് വി ക്യാൻ റെഡ്യൂസ് ലീസ്റ്റ് കൗണ്ട് എറർ. മനസ്സിലായല്ലോ? അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത് ഇന്നത്തെ ക്ലാസ്സിൽ? ഫസ്റ്റ് എന്താണ് മെഷർമെന്റ് എന്ന് ഡിസ്കസ് ചെയ്തു. ഫണ്ടമെന്റൽ ബേസ് യൂണിറ്റ്സ് ഡിസ്കസ് ചെയ്തു, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഡിസ്കസ് ചെയ്തു. നമ്മൾ 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഡിസ്കസ് ചെയ്തു. ഇതൊക്കെയാണ് 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സ്: മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്, ആംപിയർ, കെൽവിൻ, മോൾ, കാൻഡില. കാൻഡിലിന്റെ യൂണിറ്റ് ആണ്, ലൂമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ്. അതുകൂടാതെ നമ്മൾ 2 സപ്ലിമെന്ററി യൂണിറ്റ്സും ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയാണ് അത്? റേഡിയനും സ്റ്റെറേഡിയനും. എന്താണ് റേഡിയൻ? എന്തിന്റെ യൂണിറ്റ് ആണ് റേഡിയൻ? ഒരു പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് ആണ് റേഡിയൻ. എന്താണ് റേഡിയൻ? ഓർമ്മയില്ലേ നിങ്ങൾക്ക്? സോ ഇറ്റ് ഈസ് an angle subtended in the center and the arc length is equal to radius. Arc length ഉം റേഡിയസും ഈക്വൽ ആണെങ്കിൽ അതൊരു എന്താണ്? റേഡിയൻ ആണ്. എന്താണ് സ്റ്റെറേഡിയൻ? അതൊരു സോളിഡ് ആംഗിളിന്റെ മെഷർമെന്റ് ആണ്. ആൻഡ് ഇഫ് ദ ആർക്ക് ലെങ്ത് ഇസ് equal to twice the radius. Radius നെ twice ആണ് an angle subtended in the center. So an arc subtends an angle. So arc makes an subtends an angle at the center such that the arc length is twice the radius. Radius നെ double ആണ് arc length. അങ്ങനെയാണെങ്കിൽ അതൊരു സോളിഡ് ആംഗിളിന്റെ മെഷർമെന്റ് ആണെങ്കിൽ അതൊരു സ്റ്റെറേഡിയൻ ആണ്. പ്ലെയിൻ ആംഗിളിന്റെ മെഷർമെന്റ് എന്താണ്? റേഡിയൻ ആണ്. ആ പ്ലെയിൻ ആംഗിളിന്റെ ആർക്ക് ലെങ്തും റേഡിയസും സെയിം ആയിരിക്കണം. അതാണ് 2 സപ്ലിമെന്ററി യൂണിറ്റ്സ്. ഇതെല്ലാം ഡെഫിനിഷൻസ് ആയിട്ടാണ് ചോദിക്കുക. വേറെ യൂണിറ്റ്സ് നമ്മൾ ഏതൊക്കെയാ പഠിച്ചത്? 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് പഠിച്ചു. എന്താണ് 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? നമ്മൾ 1 ലൈറ്റ് ഇയർ പഠിച്ചു. ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ എ ഇയർ. പിന്നെന്താ പഠിച്ചത്? 1 പാർസെക് പഠിച്ചു. എന്താണ് 1 പാർസെക്? ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഈ ഡെഫിനിഷൻസ് എല്ലാം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദേ ക്യാൻ ആസ്ക് യു. ഓക്കെ, ഇതെല്ലാം എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഈ ഡെഫിനിഷൻസ്. പിന്നെ നമ്മൾ 1 ഫെർമി പഠിച്ചു, 1 ആങ്സ്റ്റോം പഠിച്ചു. ഇതെല്ലാമാണ് സബ് ഡെഫിനിഷൻ. പക്ഷേ ഈ ആസ്ട്രോണമിക് യൂണിറ്റും ലൈറ്റ് ഇയറും പാർട്സ് ഒക്കെയാണ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? എന്താണ് പാരലാക്സ് മെത്തേഡ്? എന്തിനാ പാരലാക്സ് മെത്തേഡ് ഉപയോഗിക്കുന്നത്? പ്ലാനറ്റ്സിനെയും സ്റ്റാർസിനെയും തമ്മിലുള്ള ഡിസ്റ്റൻസ് അറിയാനാണ് പാരലാക്സ് യൂണിറ്റ്, പാരലാക്സ് മെത്തേഡ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് പാരലാക്സ് പഠിച്ചു, പാർസെക് പഠിച്ചു. പാർസെക് ഇസ് എ ആംഗിൾ ഓഫ് ആർക്ക് ലെങ്ത്. ആ ആർക്ക് ലെങ്ത് 1 ആങ്സ്റ്റോമും ആംഗിൾ 1 സെക്കൻഡും ആണെങ്കിൽ സച്ച് എ യൂണിറ്റ് ഇസ് കോൾഡ് 1 പാർസെക്. ഇപ്പൊ ഇതെല്ലാം നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ആക്യുറസി പഠിച്ചു. എന്താണ് ആക്യുറസി? ആക്യുറസി ഓഫ് എ മെഷർമെന്റ് ഇസ് ഹൗ ക്ലോസ് the value is to the true value. നമ്മൾ ട്രൂ വാല്യൂ ആയിട്ട് എത്രത്തോളം അടുത്താണോ അത്രത്തോളം ആക്യുറേറ്റ് ആയിരിക്കും നമ്മുടെ മെഷർമെന്റ്. ഞാൻ ഓൾറെഡി ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഞാനും എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ഒരു സ്കെയിലിന്റെ ട്രൂ വാല്യൂ, അതിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. എനിക്ക് കിട്ടിയത് 4.8ഉം അവൾക്ക് കിട്ടിയത് 3.9 ആണെങ്കിൽ ആരുടെ വാല്യൂ ആണ് കുറച്ചുകൂടെ അടുത്ത് 5 ആയിട്ട്? എന്റെ വാല്യൂ ആണ്. അപ്പൊ എന്റെ വാല്യൂ ആണ് കൂടുതൽ ആക്യുറേറ്റ്. അപ്പോൾ എന്താണ് പ്രെസിഷൻ? ഞാൻ കുറേ മെഷർമെന്റ്സ് എടുക്കണം ആ സ്കെയിലില്. അതായത് എനിക്ക് 4.2 കിട്ടി, 4.3 കിട്ടി, 4.5 കിട്ടി, 4.6 കിട്ടി. ഞാൻ പല സീരീസ് ഓഫ് മെഷർമെന്റ് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ വാല്യൂസിന്റെ ക്ലോസിന്, ആ വാല്യൂസ് തമ്മിൽ എത്രത്തോളം അടുപ്പമുണ്ട്? ഒന്ന് ആർട്ടിക്കിലും ഒന്ന് അന്റാർട്ടിക്കിലും ആവുന്നത് വളരെ അടുത്തടുത്താണെങ്കിൽ എന്റെ വാല്യൂസ് പ്രിസൈസ് ആണ്. സപ്പോസ് അവള് നോക്കിയത് എന്താ? ഒന്ന് 3.8, പിന്നെ ഒന്ന് 4.5, പിന്നെ ഒന്ന് 5.7. അങ്ങനെ ഭയങ്കര ഹ്യൂജ് ഡിഫറൻസ് ആണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരെ കമ്പയർ ചെയ്യുമ്പോൾ ആരുടെയാണ് കൂടുതൽ പ്രിസൈസ്? എന്റെയാണ് കൂടുതൽ പ്രിസൈസ്. സോ അതാണ് പ്രെസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ പ്രെസിഷന്റെ ഡെഫിനിഷൻ എന്താണ്? ഇറ്റ് ഈസ് എ റെസല്യൂഷൻ ഓഫ് ക്ലോസ്നെസ് ഓഫ് സീരീസ് ഓഫ് മെഷർമെന്റ്സ്.
So precision is the resolution of closeness of series of measurements. ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. പിന്നെ എറേഴ്സ് സംഭവിച്ചു. എറേഴ്സ് ആർ ഓഫ് 3 types: systematic errors, random errors and least count errors. ഈ സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്താണ്? സിസ്റ്റമാറ്റിക് എറേഴ്സ് 3 types ഉണ്ട്. ഒന്ന് ഇൻസ്ട്രുമെന്റൽ എറർ, അത് ഇൻസ്ട്രുമെന്റിന്റെ എന്തെങ്കിലും അഭാവത്തോട് സംഭവിക്കാം. സെക്കൻഡ് വൺ എക്സ്പെരിമെന്റൽ ടെക്നിക്കിന്റെ എറർ കൊണ്ട് സംഭവിക്കാം, അത് നമ്മുടെ ലൈറ്റോ വിൻഡോ എയർ കണ്ടീഷൻ കാരണം. തേർഡ് വൺ പേഴ്സണൽ എറർ, നമ്മുടെ എറേഴ്സ് കൊണ്ട്, നമ്മുടെ കെയർലെസ്നെസ് കാരണം എന്തെങ്കിലും സംഭവിക്കാം. നെക്സ്റ്റ് എറർ ഇസ് റാൻഡം എറർ. റാൻഡം എറർ എന്താണ്? ഒരു പ്രത്യേകിച്ച് റീസൺ, എന്തെങ്കിലും ഒരു വെതർ ഫ്ലക്ച്വേഷനോ ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷനോ കാരണം നമുക്കൊരു അറിയാതെ പോയൊരു കാരണം കൊണ്ട് സംഭവിക്കുന്ന എററാണ് റാൻഡം എറർ. And the third one is least count error. Least count എന്താണ്? It is the smallest value which can be measured in an instrument. ഒരു ഇൻസ്ട്രുമെന്റിലെ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ ആണ് least count. അപ്പൊ ആ ലീസ്റ്റ് കൗണ്ടിൽ വരുന്ന എറേഴ്സിനെയാണ് ലീസ്റ്റ് കൗണ്ട് എറേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഹോപ്പ് to see you soon. സബ്സ്ക്രൈബ് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും വീഡിയോസ് ഇടുന്നെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻസും നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരുള്ളൂ. എല്ലാവരും വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ കുറ്റമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫീഡ്ബാക്സ് ആയിട്ട് നിങ്ങൾ അറിയിക്കുക. പോസിറ്റീവും നെഗറ്റീവും നിങ്ങൾ കോമെന്റ്സിൽ അറിയിക്കുക. കോമെന്റ്സ് എല്ലാം ഞാൻ കാണുന്നുണ്ട്. വളരെയധികം സന്തോഷമാണ്. അതായത് ഇപ്പോൾ നമ്മൾ 3 വീഡിയോസേ ഇടുന്നുള്ളൂ, അപ്പോൾ തന്നെ ഇത്രയും സപ്പോർട്ട് കിട്ടിയത് എല്ലാവരോടും ബിഗ് താങ്ക് യു ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. അപ്പോൾ എല്ലാവരും നന്നായി സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ, ബി ഹെൽത്തി, കീപ് സേഫ് ആൻഡ് ഓൾവേസ് keep smiling, and bye-bye from Mizna. അപ്പോൾ എല്ലാവരും ഈ സമയത്ത് സേഫ് ആയിട്ട് ഇരിക്കുക. Be safe, keep smiling, be healthy, and bye-bye from Mizna.